ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം എത്ര നേരം വേണമെങ്കിലും വെക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു 2-2.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ബാച്ചായിട്ട് വറുത്ത് കോരാം. എല്ലാം കൂടി ഒരുമിച്ച് വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ ആ കോട്ടിംഗ് ഒന്നും മര്യാദക്ക് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വറുത്ത് കോരാം. അപ്പോൾ ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇടാം. എന്നിട്ട് അത് തിരിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കുക്കായി കഴിയുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് കോരണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടിംഗ് ഒക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും ചിക്കനിൽ. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിംഗ് ഒരു വശത്ത്, ചിക്കൻ വേറെ വശത്തായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ ചിക്കൻ്റെ അകത്ത് നല്ലൊരു സോഫ്റ്റ്നെസ് കൂടി കിട്ടും. ചിക്കൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ, വെളിച്ചെണ്ണ തന്നെയാണ്, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പൊതുവേ കുക്കിങ്ങിന് വെളിച്ചെണ്ണ തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളി സോട്ടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും അതേപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം സോയ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന്, അതായത് ഓരോരുത്തരുടെ മധുരത്തിന് വേണ്ടത്ര ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറിന് വേണ്ടത്ര ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു 2 സോസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് തിക്ക് ഗ്രേവിക്കായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഒരു അഡീഷണൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് തൂക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം തുറന്നൊരു 2-3 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി. ഇത് നമുക്ക് പുലാവിൻ്റെയൊക്കെ ഒപ്പം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു നല്ല വീഡിയോവുമായി നമുക്കപ്പോൾ ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.